കുവൈറ്റിൽ ജോലിസ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ കൊല്ലം സ്വദേശികളായ 3 പേരെ തിരിച്ചറിഞ്ഞു. ശൂരനാട് ആനയറ സ്വദേശി ഷമീർ, വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, പുനലൂർ നിക്കൽ സ്വദേശി സാജൻ ജോർജ് എന്നിവരാണ് മരണപ്പെട്ടത്. അപ്രതീക്ഷിതമായി വന്നെത്തിയ മരണവാർത്തയുടെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ആദ്യം മരണം സ്ഥിരീകരിച്ചത് കൊല്ലം ശൂരനാട് ആനയടി സ്വദേശിയായ ഷമീറിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഷമീറിന്റെ മരണവാർത്ത ബന്ധുക്കളെ തേടിയെത്തിയത്. 5 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷമീർ. പത്തനാപുരം സ്വദേശിയായ സുറുമിയെ 1.5 വർഷം മുമ്പാണ് വിവാഹം ചെയ്തത്. കുറച്ചു വർഷം കൂടി ജോലി ചെയ്ത ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് ഷമീറിന്റെ അപ്രതീക്ഷിത മരണം. ഇന്നലത്തെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അറിയിപ്പ് വഴിയാണ്, പ്രധാനമായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പെട്ടെന്നെല്ലാം റിപ്പോർട്ടെല്ലാം വന്നല്ലോ. അതിനുശേഷമാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത്. ഇവർ എങ്ങനെ 10 വർഷമായിട്ട് ഇവിടെ താമസിക്കണമല്ലേ? അതെ ഇവിടെ താമസിക്കുന്നുണ്ട് കുറേ നാളുകളായിട്ട്. ഈ ഷമീർ എങ്ങനെയാണ് മരണപ്പെട്ടു? ഷമീറിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഷമീറിനെ കുറിച്ചും ഷമീറിൻ്റെ അത്തായും അമ്മ സബീന ഇവരെല്ലാം ഞങ്ങളുടെ അയലത്തുകാരാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മറ്റ് 2 പേരുടെ മരണവാർത്ത സ്ഥിരീകരിച്ചത്. ആദിത്യനല്ലൂർ വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജ് എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ 18 വർഷമായി ലൂക്കോസ് കുവൈറ്റിലാണ്. അടുത്ത മാസം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ലൂക്കോസിന്റെ അപ്രതീക്ഷിത വിയോഗം. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം കമ്പനിയുടെ മാനേജറിൻ്റെ നമ്പർ എടുത്തിട്ട് പുള്ളിയായിട്ട് 2-3 പ്രാവശ്യം കോൺടാക്ട് ചെയ്തപ്പോഴും മിസ്സിംഗ് ആണ്, നോ ഇൻഫർമേഷൻ തന്നെയാണ് പുള്ളി പറയുന്നത്. കമ്പനിയുടെ ഭാഗത്തു നിന്നും നമുക്കൊരു സ്ഥിരീകരണം ഇല്ലായിരുന്നു. അപ്പോൾ 4 മണിക്ക് ഈ സംഭവം നടക്കുമ്പോൾ പുള്ളി അവിടുത്തെ ചർച്ചിലെ പാസ്റ്ററിന് ഫോൺ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ, ഡിസ്കണക്റ്റായി. അതിനുശേഷം പിന്നെ തീപിടുത്തം നടക്കുന്നതായിട്ടൊന്നും അറിയിച്ചു. തീപിടുത്തം നടക്കുന്നതെന്നും തീ പിടിച്ചിട്ടുണ്ടെന്നും അങ്ങനെ പ്രത്യേകം പ്രയർ റിക്വസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡിസ്കണക്റ്റായി. പിന്നെ പുള്ളിയെ വിളിച്ചിട്ട് ആരും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സീൻ മൊബൈലിൽ ഇവിടുത്തെ 7 മണിയാണ്. എംടെക് ബിരുദധാരിയായ സാജൻ ജോർജ് 1 മാസം മുമ്പാണ് കുവൈറ്റിലെത്തിയത്. കമ്പനിയിൽ ജൂനിയർ മെക്കാനിക് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത വിയോഗം. ജനം, കൊല്ലം.